Meet the editors. NSSും സമദൂരം വിട്ടോ എന്നാണ് ചോദ്യം. വിശ്വാസ വിഷയത്തിൽ സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ പ്രതിപക്ഷം വെട്ടിലായോ? സ്മൃതി, എല്ലാ കാലത്തും ഈ സമദൂരം എന്നൊരു രാഷ്ട്രീയ ആശയം മുന്നോട്ട് വയ്ക്കുമായിരുന്നു. പക്ഷേ എന്നാൽ കൃത്യമായും തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്താണ് NSSന്റെ മനസ്സിലിരിപ്പ് എന്നത് നേരിട്ട് പിന്തുണ പറയാതെ തന്നെ വ്യക്തമാക്കുന്ന രീതി NSSനുണ്ടായിരുന്നു. ഓർമ്മിക്കുന്നില്ലേ, 2021 ചങ്ങനാശ്ശേരി വാഴപ്പള്ളി സ്കൂളിൽ നിന്ന് വോട്ട് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ വോട്ട് ചെയ്യുന്ന ദിവസം അതിരാവിലെ ശാപവചനം പോലെ നമ്മളെല്ലാ ചാനലുകളും അത് വലിയ ബിഗ് ബ്രേക്ക് ആയിട്ട് കൊടുക്കുകയും ചെയ്തു. പക്ഷെ അത് പിന്നീട് ഫലിക്കാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടായി. പ്രതിപക്ഷം വെട്ടിലായോ ഇപ്പോൾ? പ്രതിപക്ഷം വെട്ടിലായോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. പ്രതിപക്ഷം വെട്ടിലായിരിക്കുന്നു, അതേസമയം സർക്കാർ നല്ല അതിബുദ്ധി കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. CPM അതിബുദ്ധി കാണിച്ചിരിക്കുന്നു ഇക്കാര്യത്തിൽ എന്നുള്ളതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴേക്കും ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ്, അപ്പോൾ കുറച്ചുകൂടി വേഗത്തിൽ ഈ സമുദായ നേതാക്കളെ ചാക്കിലാക്കാൻ CPMന് ഇപ്പോൾ കുറച്ചുകൂടി അതിന് പറ്റിയ നേതാക്കളുണ്ട്. ആ രൂപത്തിൽ നേരത്തെ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നൊരു ബോധ്യത്തോടെ, അതായത് നേരത്തെ കോൺഗ്രസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം അതിപ്പോൾ CPM വളരെ ഫലവത്തായി തെരഞ്ഞെടുപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സജി ചെറിയാൻ സഭകളുമായിട്ടുള്ള ബന്ധം, ആ നിലയ്ക്ക് ക്രിസ്ത്യൻ വോട്ടുകൾ ഒരു വശത്ത് കിട്ടുന്നു. ഇപ്പുറത്ത് VN വാസവൻ ഈ പറയുന്ന സമുദായ നേതാക്കളുമായിട്ടൊക്കെ നന്നായി സംസാരിക്കുന്നുണ്ട്. VN വാസവൻ സുമാരൻ നായരെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അത് സുമാരൻ നായർ അഭിമുഖത്തിൽ തന്നെ വാചകങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അതിലപ്പുറം ഇതിൽ ഒരു ഉറപ്പ് ലഭിച്ചിരിക്കുന്നു. ആ ഇൻ്റർവ്യൂവിൽ കൃത്യമായി പറയുന്നുണ്ട്, ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. ഉറപ്പ് എന്ന് പറയുന്നത് വിശ്വാസവുമായി ബന്ധപ്പെട്ട്, ശബരിമലയിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ട, ആചാരവുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ലംഘനങ്ങളും ഉണ്ടാകില്ല എന്ന ഉറപ്പാണ്. ആ ഉറപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? 2018 ഇടതുപക്ഷം എടുത്തിരുന്ന, പിണറായി സർക്കാർ എടുത്തിരുന്ന നിലപാടിൽ നിന്നും പിന്നാക്കം പോകുന്നു എന്നുള്ള ഉറപ്പാണ്. സ്ത്രീ പ്രവേശം നടപ്പിലാക്കില്ല എന്ന ഉറപ്പാണ്. അപ്പോൾ അത് ഇതുവരെയും ചെയ്തില്ലല്ലോ, ഇനി ചെയ്യില്ലായിരിക്കുമെന്ന് ആദ്യ വരിയിൽ പറയുന്നു. അതിനുശേഷമാണ് ഉറപ്പുകളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അങ്ങനെ കൃത്യമായ ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ വാചകങ്ങൾ ചേർത്ത് വായിക്കണം. അതിനുശേഷം VN വാസവൻ ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് നമുക്ക് തന്നെ നൽകിയ പ്രതികരണത്തിൽ പറഞ്ഞിട്ടുണ്ട്, ബിന്ദു അമ്മണിയെ പോലുള്ളവർ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയുള്ളവർക്ക് വരാനുള്ള സ്ഥലമല്ല ഇതെന്ന് പറയുന്നു. അപ്പോൾ സ്ത്രീ പ്രവേശം അടഞ്ഞ അധ്യായം എന്നത് മാത്രമല്ല, സ്ത്രീ പ്രവേശം ഒരു തെറ്റായ നിലപാടായിരുന്നു എന്ന നിലപാടിലേക്ക് ഇടതുപക്ഷം എത്തുകയാണ്. നഷ്ടപ്പെട്ട വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ആ വോട്ട് തിരിച്ചു പിടിക്കാൻ വേണ്ടി, ഹിന്ദു വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് പുറത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഹിന്ദു വോട്ടുകൾ ഇവിടെ എടുക്കാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം സഭയുമായി നല്ല ബന്ധം, സഭയുമായി ബന്ധപ്പെട്ട സഭയൊക്കെ ഈ മലയോര കർഷകരുടെയൊക്കെ നിരവധി വിഷയങ്ങൾ അവിടെ നിൽക്കുകയാണ്. വന്യമൃഗങ്ങളുടെ ആക്രമണം, നാട്ടിലെത്തിയുള്ള ആക്രമണം, ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും സഭകളുമായി വേറെ തരത്തിലുള്ള ബന്ധമുണ്ടാക്കാനുള്ള ശ്രമം ഒരു വശത്ത് കൂടെ നടത്തുന്നു. അത് കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി അന്ന് പരിപാടിക്ക് ശേഷം കത്തോലിക്ക സഭ, അതായത് ഈ എന്താ പറയുക, അയ്യപ്പ സംഗമത്തിന് ശേഷം കത്തോലിക്ക സഭയുടെ പുനരൈക്യ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ മുഖ്യമന്ത്രി മുഖം കാണിക്കുന്നു, അവർക്ക് അനുകൂലമായ പ്രതികരണങ്ങൾ നടത്തുന്നു. ചില ഓഫറുകൾ ഉണ്ടാകും, നമുക്കറിയാത്ത ചില ഓഫറുകൾ NSSനും കിട്ടിയിട്ടുണ്ടാകാം. അത് പിന്നീട് പുറത്തു വരുമല്ലോ. എന്തായാലും ഓഫറുകളുണ്ട്. ആ ഓഫറുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം ഇങ്ങനെ ഒരു രാഷ്ട്രീയമായ കുറച്ചുകൂടി വ്യക്തതയുള്ളൊരു പ്രതികരണത്തിലേക്ക് സുമാരൻ നായർ വന്നത്. ഒരുപക്ഷേ ഇതുവരെ ഇത്രയും വ്യക്തമായൊരു പ്രതികരണം, ഒരു അഭിമുഖം അദ്ദേഹം നൽകിയിട്ടുണ്ടാകില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് വന്നിരിക്കുന്നു. അദ്ദേഹം നേരിട്ട് പോയില്ല എങ്കിൽ, നേരിട്ട് വേണമെങ്കിൽ പോകാമെന്ന് വെച്ചാൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് അത്ര വലിയ ദൂരമൊന്നുമില്ല. പക്ഷേ ശാരീരിക അസ്വസ്ഥതയാണ്. വേറെ പരിപാടികളൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലോ. അല്ല, നടക്കാൻ വയ്യ എന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ പേഴ്സണലി തന്നെ വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞത് നടക്കാൻ വയ്യ, ബുദ്ധിമുട്ടുണ്ട്. ശരി, എന്തായാലും പ്രതിനിധി അയക്കുന്നത് തന്നെ ഒരു സൂചനയാണ്. ആ നിലയ്ക്ക് ആ പിന്തുണ പുറത്തു പറയുകയും ചെയ്തിരിക്കുന്നു. അപ്പുറത്താകട്ടെ പ്രതിപക്ഷം കാലാകാലങ്ങളിൽ ഈ സമുദായ നേതാക്കളുമായിട്ടൊക്കെ കൃത്യമായി ബന്ധം വെക്കുകയും കൃത്യമായ ഇടവേളകളിൽ പോയി കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്യാനൊരു നേതാവില്ല എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട പ്രശ്നമായി നിൽക്കുന്നത്. ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നേതാക്കൾ അധികം ബീഹാറിലാണ്. അവിടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയിരിക്കുന്നു. ഇവിടെ ആകെയുള്ള രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ഇതിപ്പോൾ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള NSSന്റെ നിലപാടാണ് എന്നുള്ളതാണ്. അപ്പോൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ എന്തായാലും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. കോൺഗ്രസ് നേതാക്കൾ പോയി കാണുകയൊക്കെ ചെയ്യും. പക്ഷേ 9 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ, ആ സർക്കാർ നൽകിയ ഉറപ്പിലാണ് ഇപ്പോൾ NSS പ്രതീക്ഷ വയ്ക്കുന്നത്. ആ ഉറപ്പ് നമ്മൾ ഈ പുറത്തേക്ക് കാണുന്ന അഭിമുഖങ്ങളിൽ പറയുന്നതിനപ്പുറമുള്ള ഉറപ്പുകൾ ഉണ്ടാകാം. ആ ഉറപ്പ് അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തരത്തിൽ നേരത്തെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒക്കെ വളരെ കൃത്യമായി നടത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ വോട്ട് മാനേജ്മെൻറ്റോ എന്താണ് അതിന് പറയുക, ഏത് തരത്തിലും പറയാം, അത് നടത്തിക്കൊണ്ടിരുന്ന കോൺഗ്രസിന് അതിപ്പോൾ ചെയ്യാൻ നേതാക്കളില്ല. പരസ്പരം കുതികാൽ വെട്ടുന്ന രൂപത്തിലേക്ക്, അതായത് ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നപ്പോൾ പോലും അതിലൊരു അന്തസ്സുള്ള നിലപാടെടുക്കാൻ VD സതീശൻ എന്ന നേതാവ് ഒറ്റയ്ക്കായി പോകുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. ഇന്നിപ്പോൾ പാലക്കാട്ടേക്ക് 38 ദിവസത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമ്പോൾ അവിടെ എങ്ങനെയാണ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തെ സ്വീകരിച്ചെന്ന് നമ്മൾ കണ്ടാണല്ലോ. അപ്പോൾ ഈ കാര്യത്തിലൊക്കെ
അത് മറ്റേ നേതാവിനെ ഒന്ന് വെട്ടാനുള്ള ഒരു ആയുധമാക്കാമോ എന്ന ചിന്തയാണ് ഇവിടെ നിൽക്കുന്നത്. അതായത് അടുത്ത ഭരണത്തിലേക്ക് വരിക എന്നുള്ളതല്ല ഏറ്റവും പ്രാഥമികമായി നോക്കേണ്ട വിഷയം, അതിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നേതാക്കൾ പല രൂപത്തിൽ പ്രതികരിക്കുന്നു. ഈ തരത്തിൽ സമുദായങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്ന നേതാക്കളുണ്ടോ എന്ന് ചോദിച്ചാൽ പഴയ രൂപത്തിൽ ഉമ്മൻചാണ്ടിയൊക്കെ ഉള്ള സമയത്ത് അത് കൃത്യമായി ചെയ്തു വന്നിരുന്നതാണ്. അങ്ങനെയില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ NSS ജനറൽ സെക്രട്ടറി പറഞ്ഞാൽ അത് വോട്ടാകുമോ എന്നുള്ളതാണ് അടുത്ത വിഷയം. NSS ജനറൽ സെക്രട്ടറി നേരത്തെ 2021 അത് പറഞ്ഞ പോലെ 2021 തെരഞ്ഞെടുപ്പ് ദിവസം, വോട്ടെടുപ്പ് ദിവസം നടത്തിയ പ്രവചനം എന്നുള്ളത് ഇടതുപക്ഷം തോറ്റുപോകുമെന്നുള്ളതാണ്. അതാണ് അയ്യപ്പോ കോപമുണ്ടാകും എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അദ്ദേഹം കുറേ കാലം അദ്ദേഹത്തെ പുറത്തേക്കേ കാണുന്നില്ലായിരുന്നു, പ്രതികരണങ്ങളേ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇത് നോക്കൂ, 2-3 മാസം, എത്ര 3-4 ഒരുപക്ഷെ 5 മാസത്തിനപ്പുറമായിട്ടില്ല. ഈ ക്ഷേത്രങ്ങളിൽ ഷർട്ടിട്ട് കയറാമോ പാടില്ലേ എന്നൊരു ചർച്ച നടത്തിയിരുന്നല്ലോ. അത് ശിവഗിരിയിൽ നിന്നാണ് അങ്ങനെ ആ പ്രതികരണം ആദ്യം വന്നത്. പുരോഗമനപരമായ പ്രതികരണം. ചില ക്ഷേത്രങ്ങളിൽ അങ്ങനെയുണ്ട്. അങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളിലും ഷർട്ടിട്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെ, മുഖ്യമന്ത്രിയെ തന്നെ വിമർശിച്ചുകൊണ്ട് NSS ജനറൽ സെക്രട്ടറി എത്തിയിരുന്നു. അപ്പോൾ ഇതൊരു ചെറിയ ഇടവേളയിൽ വന്നിരിക്കുന്ന ഐക്യപ്പെടലാണെന്ന് മനസ്സിലാക്കണം. ഈ ചെറിയ ഇടവേളയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഈ 10-ാം വർഷം നടത്തിയിരിക്കുന്ന നടപടികളാണ്. ആ നടപടികളിൽ ഇവരൊക്കെ തൃപ്തരാണ് എന്നുള്ളതാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറിയെയും അതോടൊപ്പം തന്നെ NSS ജനറൽ സെക്രട്ടറിയും ഒരുപോലെ ആ വേദിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. വേറെയും സമുദായത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെ അവിടെ എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ അപ്പുറത്ത് സദസ്സിലെ കസേര എണ്ണുമ്പോൾ വേദിയിൽ സമ്പുഷ്ടമാക്കിയ ആളുകളെ കൊണ്ടുവന്നു എന്നുള്ളതാണ് CPM അതിൽ വിജയിച്ചിരിക്കുന്നത്. അത് വോട്ടാകുമോ എന്നുള്ളതാണ്. അപ്പോൾ 2021 വോട്ടായിട്ടില്ലെങ്കിൽ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ അത് വോട്ടാകുമോ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. സമുദായ നേതാക്കൾ പറയുന്നതിനെ അനുസരിക്കുന്നതാണോ സമുദായത്തിലെ അംഗങ്ങൾ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷേ ഈ പറയുന്ന പത്തനംതിട്ടയിൽ, ഈ പറയുന്ന തെക്കോട്ട് തിരുവിതാംകൂറിൽ ഒരുപക്ഷെ NSS ജനറൽ സെക്രട്ടറി പറയുന്നതിന് അപ്പുറമില്ല എന്ന രൂപത്തിൽ ഒരുപക്ഷെ വോട്ടർമാർ നിന്നേക്കാം, സമുദായങ്ങളിൽ നിന്നേക്കാം. പക്ഷേ വടക്കോട്ടയ്ക്കൊന്നും അത്രയും അങ്ങനെയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ആ രൂപത്തിലല്ല. ഇനി നോക്കൂ, ഇത് ഇവിടെ നടക്കുന്നു. ഇനി മലബാറിൽ എന്താണ് നടത്താൻ പോകുന്നത്? അവിടെ പലസ്തീൻ അനുകൂല പ്രകടനം നടത്താൻ പോവുകയാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും വേണ്ട ചേരുവകൾ അങ്ങോട്ട് ഉപയോഗിക്കുകയാണ്. ആ ചേരുവകൾ എത്രത്തോളം ഫലവത്താകും, ജനം അതിനപ്പുറം ഭരണം എങ്ങനെയെന്ന വിലയിരുത്തലല്ലേ നടത്തുക. അങ്ങനെ ഒരു ഭരണമുണ്ടോ? ഇപ്പോൾ അയ്യപ്പ സംഗമത്തിൽ വലിയ പ്രഖ്യാപനങ്ങളായിരുന്നല്ലോ. ഇപ്പോൾ 1033 കോടിയുടെ പ്രഖ്യാപനം, അത് ജനുവരിയിൽ മുഖ്യമന്ത്രി ക്യാബിനറ്റിൽ എടുത്തിരിക്കുന്ന തീരുമാനമാണ്. ജനുവരിയിൽ ക്യാബിനറ്റിൽ ആ തീരുമാനം എടുക്കുമ്പോൾ അതിന് മുമ്പ്, അതായത് ഇതിപ്പോൾ 10ാമത്തെ വർഷമാണെന്ന് ആലോചിക്കണം, 2016 മുതൽ നാളിതുവരെ എത്ര കോടി ചെലവാക്കി എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഈ സഭ കൂടിയ സമയത്ത് 17-ാം തീയതി VN വാസവൻ സഭയിൽ പറഞ്ഞിട്ടുണ്ട്. ശബരിമല മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തി ശബരിമല വികസനത്തിനായി 2016 മുതൽ നാളിതുവരെ 275.2 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പക്ഷേ ചെലവാക്കിയതാകട്ടെ 83 കോടി രൂപയാണ്. അതായത് ഈ 10 വർഷത്തിലാകെ 83 കോടി രൂപയോ ബജറ്റിൽ വെച്ചിട്ട് ചെലവാക്കിയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. എന്നിട്ടാണ് ഈ 1033 കോടിയുടെ പ്രഖ്യാപനം ഈ ജനുവരിയിൽ നടത്തുകയും അത് ഈ പറയുന്ന അയ്യപ്പ സംഗമത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ 1033 കോടിയുടെ പ്രഖ്യാപനം വരുന്നു, അതാ വികസനം വരുന്നു എന്ന മട്ടിലല്ല ഈ സമുദായാംഗങ്ങളൊന്നും പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് അവിടുത്തെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന കേസുകൾ, അതായത് ഈ നാമജപ ഘോഷയാത്രയിലെ കേസുകൾ അത് പിൻവലിക്കുക, അതൊരു വശത്ത് നടക്കുന്നു. ഇനി അപ്പുറത്ത് സുപ്രീം കോടതിയിലുള്ള സത്യവാങ്മൂലം, അത് പിൻവലിക്കുമോ, അതിൽ മറ്റൊരു നിലപാടെടുക്കുമോ, അങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ? അതല്ല NSSന് പ്രത്യേകമായി മറ്റെന്തെങ്കിലും ഉറപ്പുകൾ കിട്ടിയിട്ടുണ്ടോ? അതെന്തായാലും അറിയാം, അത് വോട്ടാകുമോ എന്നും അറിയാം. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ NSSനെ വിമർശിക്കാനും വയ്യ, BJPക്കും അതെ. BJPക്ക് ബദൽ സംഗമം അവിടെ നടത്തിയിട്ട് എന്താണ് പറ്റിയത്? അവിടെ ഒരു തീവ്ര കാഷായധാരി അവിടെ വന്നിട്ട് തീവ്ര പ്രസംഗം, ബാബർ സമയത്ത് തന്നെ മോശമായി പറയുന്നു, തീവ്ര മുസ്ലിം തീവ്രവാദിയാണെന്ന് പറയുന്നു. അത് തിരിച്ചടിയാകുന്നു. അതിനെ NSSും വിമർശിക്കുന്നു. NSSന്റെ പ്രതിനിധിയെ അങ്ങോട്ട് അയച്ചതുമില്ല. അങ്ങനെ നോക്കുമ്പോൾ പ്രതിപക്ഷത്തെ ഭാഗത്ത് നിൽക്കുന്ന കോൺഗ്രസിനായാലും അപ്പുറത്ത് ബദൽ സംഗമത്തിലൂടെ വോട്ട് നേടാമെന്ന് പ്രതീക്ഷിച്ച BJPക്കായാലും തിരിച്ചടിയാണ്. BJP സമയത്ത് പന്തളത്ത് തദ്ദേശ അവിടെ മുനിസിപ്പാലിറ്റി അവരാണ് ഭരിക്കുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതും തിരിച്ചടിയാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ അവരുടെ ബദൽ സംഗമത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ബുദ്ധിപൂർവ്വം ഇക്കാര്യത്തിൽ ഭരണപക്ഷം അല്പം മുന്നോട്ട് തന്നെ പോയിരിക്കുന്നു. പ്രതിപക്ഷം അക്ഷരാർത്ഥത്തിൽ വെട്ടിലായി, BJPയും പ്രതിരോധത്തിലായിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ആ വെള്ളം അങ്ങ് വാങ്ങിവെക്കുന്നതാണ് പ്രതിപക്ഷത്തിനും നല്ലത്, BJPക്കും നല്ലത്. പ്രതിപക്ഷം ഒട്ടേറെ സ്വപ്നങ്ങളുമായിട്ടാണ് ആഗോള അയ്യപ്പ സംഗമം ത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത്. ഒന്ന്, പ്രതിപക്ഷത്തിന് അങ്ങനൊരു നിലപാടേ ഉണ്ടായിരുന്നില്ല. ബഹിഷ്കരിക്കണോ,
പങ്കെടുത്ത് പ്രതിഷേധിക്കണോ പങ്കെടുക്കാതെ പ്രതിഷേധിക്കണോ ഈ വിഷയത്തിലേക്ക് ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബഹിഷ്കരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ബഹിഷ്കരിക്കുന്നില്ല, എന്നാൽ വിട്ടുനിൽക്കാൻ തീരുമാനിക്കുന്നു, താല്പര്യമുള്ളവർക്ക് പോകാമെന്നൊരു അഴകുഴമ്പൻ നിലപാടെടുക്കുന്നത്. കാരണം അവിടെ വരാൻ പോകുന്നത് NSSന്റെയും SNDPയുടെയും അടക്കം 28 ഹിന്ദു സമുദായ സംഘടനകളിലെ പ്രതിനിധികളാണ്. അവർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന് പറയുന്നത് ആത്മഹത്യാപരമായൊരു തീരുമാനമാണ്. അതെടുത്ത പ്രതിപക്ഷത്തിന് കണക്കിന് കിട്ടിയിരിക്കുന്നു NSSന്റെ കയ്യിൽ നിന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. ഇതിൽ ഈ രാഷ്ട്രീയം തന്നെ നമ്മൾ പറഞ്ഞു പോകേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് NSS സുകുമാരൻ നായർ പറഞ്ഞത്? വിശ്വാസികളുമായി ബന്ധപ്പെട്ട് NSSന് ആരെയാണ് കൂടുതൽ വിശ്വാസം? പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടല്ലോ, 2018-19 കാലത്ത് ഈ യുവതീ പ്രവേശന വിധി വരുമ്പോൾ അതിനുശേഷം നടത്തിയ പ്രസ്താവനകൾ പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടല്ലോ, NSSന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രസ്താവനകൾ. ഞാൻ ചിലത് ഓർമ്മിപ്പിക്കാം. അന്ന് NSSന്റെ പ്രസിഡൻ്റായിരുന്ന നരേന്ദ്രനാഥൻ നായർ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. സമദൂരം മാറി ചിന്തിക്കേണ്ട സമയമാണ് എന്ന് ഒരു നിലപാട് അന്നെടുത്തിരുന്നു. കാരണം വിശ്വാസികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിശ്വാസികളെ വേദനിപ്പിക്കുന്ന സർക്കാരിനോട് ഒരു കാരണവശാലും അനുകൂലമായ നിലപാടെടുക്കില്ല എന്നതായിരുന്നു അന്നത്തെ തീരുമാനം. ആചാരാനുഷ്ഠാനങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നവരെ ചെറുക്കും, നിരീശ്വരവാദം അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം വിലപ്പോവില്ല എന്നതായിരുന്നു അന്ന് NSSന്റെ സ്റ്റാൻഡ്. തിരഞ്ഞെടുപ്പിൽ കാണാം എന്ന് സുകുമാരൻ നായർ പലകുറി പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രവുമല്ല, അന്ന് തിരഞ്ഞെടുപ്പ് നടക്കുന്ന 2021 ഏപ്രിൽ മാസത്തിൽ ചങ്ങനാശ്ശേരിയിലെ വാഴപ്പള്ളി സെന്റ് തെരേസസ് ഹൈസ്കൂളിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് സുകുമാരൻ നായർ പറഞ്ഞത് എന്താണ്? ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. അത് സാമൂഹിക നീതിയും മതേതരത്വവും സംരക്ഷിക്കുന്ന സർക്കാർ ഉണ്ടാകണം എന്നാണ് സുകുമാരൻ നായർ പറഞ്ഞത്. കുറച്ചു നാളായി വിശ്വാസികളുടെ പ്രതിഷേധമുണ്ട്, അവർക്കാണ് വോട്ട്. ഇത് സുകുമാരൻ നായർ പറയാനുള്ള കാരണം എന്താണ്? അന്ന് NSSനെയും കേരളത്തിലെ വിശ്വാസി സമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി 2 കൂട്ടർ തെരുവിലിറങ്ങിയത് നമ്മൾ കണ്ടു. അതിലൊന്ന്, ഇതാ ഞങ്ങൾ കേന്ദ്ര നിയമം നിർമ്മിക്കും എന്ന് പറഞ്ഞുകൊണ്ട് BJP, ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതുപോലെ മുരളീധരൻ്റെ പ്രസ്താവനയുമായിട്ട് ഒരു ഭാഗത്ത് നിൽക്കുന്നു. എന്നിട്ട് ഒരുപാട് നാടകങ്ങളും പ്രതിഷേധങ്ങളും നമ്മൾ കാണുന്നു. മറുഭാഗത്താണെങ്കിലോ പൂർണ്ണമായിട്ടും വിശ്വാസികൾക്കൊപ്പമാണ് എന്ന നിലപാടെടുത്തുകൊണ്ട് നിൽക്കുന്നു. എന്നാൽ രാഹുൽ ഗാന്ധി ഒരു നിലപാട് എടുക്കുന്നില്ല. ഈ രാഹുൽ ഗാന്ധി എടുത്തതാവട്ടെ നേരെ തിരിച്ചുള്ള നിലപാടും. ഇത് NSSനൊടുവിൽ ബോധ്യമായിരിക്കുന്നു. ഇത് കേവലം വോട്ട് തട്ടാൻ വേണ്ടി വിശ്വാസികളെ ഉപയോഗിക്കുകയാണ് എന്ന് NSSന് ബോധ്യം വരാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, BJPയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ കേന്ദ്രം ആ നിയമനിർമ്മാണം നടത്തിയില്ല. നിയമനിർമ്മാണം നടത്താൻ സാധ്യതയില്ലാത്ത കഴിയാത്ത വിഷയത്തിൽ അങ്ങനെ തെറ്റായ ഒരു വാഗ്ദാനം വിശ്വാസികൾക്ക് കൊടുത്തു. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമോ, ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് എന്ന് സാക്ഷാൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതല്ലേ. അത് NSS കേൾക്കാതിരിക്കുമോ? സുകുമാരൻ നായർ കേൾക്കാതിരിക്കുമോ? അതുകൊണ്ട് തന്നെ സുകുമാരൻ നായർ വളരെ കൃത്യമായി നിലപാടെടുക്കുന്നു. കേന്ദ്രം ഈ വിഷയത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. ഇന്നിപ്പോൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഡയലോഗ് അടിച്ചിട്ടുണ്ട്, ശബരിമല ഞങ്ങൾ അങ്ങ് ഏറ്റെടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ. ഈ ശബരിമല എന്താ അങ്ങ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്? ശബരിമല കേന്ദ്രത്തിന് വെച്ചിരിക്കുന്ന ലഡുവോ ജിലേബിയോ എന്തെങ്കിലും ആണോ അങ്ങ് ഏറ്റെടുത്തുകൊണ്ട് പോകാൻ? അതെങ്ങനെ സാധ്യമാവുക? നിലവിൽ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തെ ഞങ്ങൾ കേന്ദ്ര ദേവസ്വം ബോർഡ് ഉണ്ടാക്കുമെന്നാണ്. കേന്ദ്ര ദേവസ്വം ബോർഡ്? എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഒരു ദേവസ്വം ബോർഡിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല, കേന്ദ്ര ദേവസ്വം ബോർഡിനെ കുറിച്ച്. അതാണ് സുകുമാരൻ നായർ പറയുന്നത്. ഇത് BJP ഈ മണ്ടത്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളെ എല്ലാ കാലത്തും നിങ്ങൾക്ക് കളിപ്പിക്കാൻ കഴിയില്ല. ആ വിശ്വാസികളിൽ ആരൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ ആലോചിക്കണം. NSSലുള്ളവർ, SNDPയിലുള്ളവർ, കേരളത്തിലെ വിവിധ ഹിന്ദു സമുദായ സംഘടനകളിലുള്ളവരെല്ലാവരും ഉണ്ട്. അവർക്ക് വ്യക്തമായ രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അയ്യപ്പൻ്റെ കാര്യം വരുമ്പോൾ അവരെല്ലാം മാറ്റിവെച്ച് ഒന്നായി നിൽക്കും. അതുകൊണ്ടാണ് ഇടതനുഭാവമുള്ള വിശ്വാസികൾ പോലും ശബരിമലയിൽ അയ്യപ്പൻ്റെ നടയിൽ ഒരു വിശ്വാസത്തിന് കോട്ടം തട്ടുന്നൊരു കാര്യം വന്നാൽ എതിർക്കുന്ന നിലപാടുണ്ടാവുന്നത്. NSS എത്രയെത്ര വിഷയങ്ങളിലാണ് ഇടതുപക്ഷവുമായിട്ട് കൊമ്പ് കോർത്തിരിക്കുന്നത്. വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മിത്ത് വിഷയം ഓർമ്മയില്ലേ? സ്പീക്കറിൻ്റെ മിത്ത് വിഷയത്തിൽ NSS വളരെ കൃത്യമായ, അതായത് വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്ന നിലപാടല്ലേ അന്ന് എടുത്തത്. മിത്തിൻ്റെ കാര്യത്തിൽ നമുക്കൊക്കെ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ അന്നും സുകുമാരൻ നായർ എടുത്ത നിലപാട് വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ്. ഷട്ടിലുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നാമജപ ഘോഷയാത്ര ഒരു പാർട്ടിയുടെയും ആഹ്വാനമില്ലാതെ NSS ആണ് ആദ്യം സംഘടിപ്പിച്ചു വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് അതിലൊരു വോട്ട് സാധ്യത മനസ്സിലാക്കിയാണ് വളരെ പെട്ടെന്ന് രാഹുൽ ഗാന്ധിയുടെ നിലപാട് വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ സ്തബ്ധരായി പോയ പ്രതിപക്ഷം വളരെ പെട്ടെന്ന് NSSന്റെ വോട്ട് ബാങ്ക്, ഈഴവ വോട്ട് ബാങ്ക്, ഇതെല്ലാം കണ്ടുകൊണ്ട് വരുന്നത്. പക്ഷേ അവിടെ വെള്ളാപ്പള്ളി നടേശൻ വ്യത്യസ്ത നിലപാടെടുക്കുന്നു, സുകുമാരൻ നായർ നേരെ തിരിച്ചുള്ളൊരു നിലപാടെടുക്കുന്നു. അതിൻ്റെ ഭാഗമായി പ്രതിപക്ഷം നാമജപ ഘോഷയാത്രയിൽ പങ്കുചേരുന്നു. അതാണ് സുകുമാരൻ നായർ പറയുന്നത്. ആദ്യം ഞങ്ങൾ തുടങ്ങി, പിന്നീടാണ് അവർ വന്നു ചേർന്നത്. പക്ഷേ തെല്ലും ആത്മാർത്ഥത അവരുടെ ഇടയിലില്ല എന്നാണ് ഇന്ന് സുകുമാരൻ നായർ പറഞ്ഞു വെച്ചിരിക്കുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നത്. സുകുമാരൻ നായർ പിന്നെ പറഞ്ഞിട്ടില്ലേ, മന്നത്ത് പത്മനാഭനെ നവോത്ഥാന നായകനാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്, ഒരു പൊള്ളത്തരമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് CPM എന്നുള്ള വിമർശനം അന്നുന്നയിച്ചിരുന്നു. അതേ വെള്ളാപ്പള്ളി, അതേ സുകുമാരൻ നായർ
ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് എന്താ? വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഈ സർക്കാരിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്നാണ്. അതിന് പറയുന്ന കാര്യങ്ങൾ വളരെ ലളിതമല്ലേ? ഇപ്പോഴും സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിധി നിൽക്കുകയല്ലേ? കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിലേക്ക്, പ്രത്യേക ബെഞ്ചിലേക്ക്, 7 ബെഞ്ചിലേക്ക് പോകുമ്പോഴും നിലവിൽ ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന് ഒരു നിയമ തടസ്സവുമില്ല. പക്ഷേ സർക്കാർ അത് ചെയ്യുന്നില്ല. അത് ബോധ്യമായിരിക്കുന്നു NSSന്. അപ്പോൾ യുവതീ പ്രവേശനത്തെ എൻഡോഴ്സ് ചെയ്യുന്നില്ല. അങ്ങനെ തന്നെയാണ് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ആര്? ഈ സർക്കാർ. അത് NSSന് ബോധ്യം വന്നിരിക്കുന്നു. ശരിയായ കാര്യമല്ലേ? 2, ബിന്ദു അമ്മണിയെ പോലെയുള്ളവർക്ക് ആഗോള അയ്യപ്പ സംഗമത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടില്ലല്ലോ. ശരിയല്ലേ? ആഗോള അയ്യപ്പ സംഗമത്തിൽ ചർച്ച ചെയ്തിരിക്കുന്ന വിഷയങ്ങൾ ഒരു രാഷ്ട്രീയ വിഷയം പോലും ആഗോള അയ്യപ്പ സംഗമത്തിൽ ആ അർത്ഥത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രത്യക്ഷ കക്ഷി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടല്ല പറഞ്ഞിരിക്കുന്നത്. പകരം അതിനെ മുതലെടുക്കാനുള്ള ശ്രമങ്ങളെയാണ് മുഖ്യമന്ത്രി വിമർശിച്ചു പോയത്. പക്ഷേ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ചർച്ച ചെയ്ത വിഷയങ്ങളും ശബരിമലയിലെ വിശ്വാസികൾക്ക് ഗുണകരമായ കാര്യങ്ങളാണ്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം എടുത്ത് വിവാദമാക്കാൻ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ? അവിടെ മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്ത സാഹചര്യത്തിൽ, ശബരിമലയിലെ ആത്മീയ ടൂറിസവുമായി ബന്ധപ്പെടുത്തി നടത്തിയ ചർച്ച നടത്തിയതിൽ, ശബരിമലയിലെ തിരക്ക് മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയിൽ ഒരിടത്തും ഒരു വിവാദ വിഷയവും ആർക്കും ചൂണ്ടിക്കാണിക്കാനില്ലല്ലോ. എന്നാൽ അതിൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്നവർ സംഘടിപ്പിച്ചൊരു സംഗമമുണ്ടല്ലോ, പന്തളം സംഗമം. ആ പന്തളം സംഗമത്തിലെ പല വിഷയങ്ങളും ഇപ്പോൾ വിവാദമായി തീർന്നില്ലേ? അവിടെ പന്തളത്തുകാരുടെ മാന്യതയെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഒരു മനുഷ്യൻ വന്ന് വാവര് തീവ്രവാദിയാണെന്ന് പറഞ്ഞു വെച്ചിട്ട് പോയില്ലേ? ആ സംഗമം പൊളിഞ്ഞ് പാളീസായില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ വർഗീയമായ പരാമർശത്തിലൂടെ ആ പന്തളം സംഗമം പൊളിഞ്ഞ് പാളീസായില്ലേ? NSSനെ പോലെ ഒരു സംഘടനയ്ക്ക് ഇങ്ങനൊരു വർഗീയ സംഗമത്തെ, അതായത് ആ നേതാവിൻ്റെ പ്രസംഗത്തിലൂടെ, ശാന്താനന്ദ എന്ന് പറയുന്ന ഒരാളുടെ പ്രസംഗത്തിലൂടെ അങ്ങേയറ്റം വിഷലിപ്തമായ വർഗീയ പ്രചരണം നടത്തിയ ഒരു സംഗമമായിട്ട് അത് മാറുമ്പോൾ NSSന് എങ്ങനെയാണ് ആ സംഗമത്തെ പിന്തുണയ്ക്കാൻ പറ്റുക? NSS പങ്കെടുത്തോ? ഇല്ലല്ലോ. SNDP ഔദ്യോഗികമായി പ്രതിനിധികളെ അയച്ചോ? ഇല്ലല്ലോ. ഇവരെല്ലാവരും വന്നത് എവിടെയാ? 28 ഹിന്ദു സംഘടനകളുടെയും സമുദായ സംഘടനകളുടെയും പ്രതിനിധികൾ എത്തിയത് ആഗോള അയ്യപ്പ സംഗമത്തിലാണ്. അവിടെ അവരെ വേദിയിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്നത് തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഈ സർക്കാരിൻ്റെ വിജയമാണ്. അതെന്നാൽ പ്രതിപക്ഷം മനസ്സിലാക്കാതെ പോയി. അവിടെയാണ് NSSന്റെ വിമർശനം ഉണ്ടാവുന്നത്. പ്രതിപക്ഷം ഇതൊക്കെ മുതലെടുക്കാൻ നിൽക്കുകയാണ് എന്നുള്ളതാണ്. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും, 2021 തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അന്ന് VD സതീശനുമായിട്ട് ബന്ധപ്പെട്ട് NSSന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വിമർശനം പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. എന്താണ് അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്? രാഷ്ട്രീയ കാര്യങ്ങളിൽ വിമർശനം നടത്തേണ്ടതില്ല, സമുദായ സംഘടനകൾ എന്നൊരു നിലപാടെന്ന് VD സതീശൻ എടുത്തു. ആ VD സതീശന് അന്ന് സുകുമാരൻ നായർ കൊടുത്തൊരു മറുപടിയുണ്ട്. ഇതാണ്: പാർട്ടിയുടെ നയപരമായ നിലപാടുകൾ വ്യക്തമാക്കേണ്ടത് KPCC ആണ്, പ്രതിപക്ഷ നേതാവല്ല. മത സാമുദായിക സംഘടനകളോടും അതിൻ്റെ നേതാക്കളോടുമുള്ള പുതിയ പ്രതിപക്ഷ നേതാവിൻ്റെ ഇപ്പോഴത്തെ സമീപനം സംബന്ധിച്ചും ശബരിമല വിശ്വാസ സംരക്ഷണം സംബന്ധിച്ചും KPCCയുടെ നിലപാട് എന്താണെന്ന് അറിയേണ്ടതുണ്ട്. നോക്കൂ, ഇത് ഇന്നല്ല തുടങ്ങുന്നത്. KPCCക്ക് ശബരിമലയിലെ വിശ്വാസ സംരക്ഷണം സംബന്ധിച്ച് നിലപാട് എന്താണ് എന്ന് അന്ന്, അതായത് VD സതീശൻ പ്രതിപക്ഷ നേതാവുന്ന സമയത്ത് തന്നെയുണ്ട്. ആവശ്യം വരുമ്പോൾ മതസമുദായിക സംഘടനകളെ സമീപിക്കുകയും, നോട്ട് ദ പോയിന്റ്, സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുകയും അതിനുശേഷം തള്ളിപ്പറയുകയും ചെയ്ത സ്വഭാവം ആർക്കും യോജിച്ചതല്ല. ഇതല്ലേ സുകുമാരൻ നായർ ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്? അതിൽ നിന്ന് അണുവിട വ്യതിചലിച്ചിട്ടില്ലല്ലോ. അപ്പോഴെല്ലാം പ്രതീക്ഷിച്ചിരുന്ന രമേശ് ചെന്നിത്തലയെ വെച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ NSSന്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണ കിട്ടാമെന്നുള്ളതാണ്. ഒരു പരിധിവരെ രമേശ് ചെന്നിത്തലയെ NSSന്റെ ആസ്ഥാനത്തേക്ക് മന്നം ജയന്തിക്ക് ക്ഷണിക്കുമ്പോഴും നമ്മൾ അത് തന്നെ കണ്ടു. BJP എന്തെല്ലാം കാട്ടിക്കൂട്ടി. അപ്പോൾ ഒരു ഭാഗത്ത് പ്രതിപക്ഷം പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു, പ്രതിപക്ഷം പ്രതിസന്ധിയിലാവുന്നു. നേരത്തെ ഉള്ളതുപോലെ തന്നെ VD സതീശൻ പ്രതിപക്ഷ നേതാവ് ആയതിനു ശേഷം NSSന്റെ ഭാഗത്തു നിന്ന് ഒരു പിന്തുണയും കോൺഗ്രസിന് കിട്ടുന്നില്ല എന്ന മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിനിടയിലും ഈ വിശ്വാസ സംരക്ഷണത്തെ രാഷ്ട്രീയമായി ചൂഷണം ചെയ്യാനുള്ള നീക്കമാണോ എന്ന് NSS സംശയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വളരെ വ്യക്തമായി, ഒരു സംശയവുമില്ലാത്ത വിധത്തിൽ NSS പറയുന്നത് കോൺഗ്രസിൻ്റേത് വോട്ട് രാഷ്ട്രീയമാണ്, അവർക്ക് ഹിന്ദു വോട്ട് വേണ്ടല്ലോ, ന്യൂനപക്ഷ വോട്ട് മതിയല്ലോ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യും എന്നതാണ് എൻ്റെ ടേക്ക്. രണ്ടാമത്തെ ഒരു കാര്യം, BJPക്കെതിരെ നിലപാടെടുത്തു. അന്ന് 144ാമത് മന്നം ജയന്തി ആഘോഷത്തിൻ്റെ ആശംസയുമായിട്ട് നരേന്ദ്രമോദിയും അമിത്ഷായും ട്വീറ്റിൽ വരുമ്പോൾ അന്ന് എല്ലാവരും കരുതിയത് എന്താ? BJP അടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയായിരുന്നു പ്ലാൻ. NSSനെ മുൻനിർത്തി കേരളത്തെ പിടിക്കുക എന്നതായിരുന്നു പ്ലാൻ. പക്ഷേ അത് സുകുമാരൻ നായർ പൊളിച്ചു കൊടുത്തു. എനിക്ക് NSS എന്ന സംഘടനയോടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം, ഞാൻ ആ സംഘടനയും സുകുമാരൻ നായരും അഭിനന്ദിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, വേണമെന്ന് വെച്ചാൽ NSSന് വളരെ വേഗം BJPക്ക് വഴങ്ങിക്കൊടുക്കാമായിരുന്നു.
കാര്യം BJPക്ക് വളരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാച്ച് ഏരിയ ആയിരുന്നു NSS എന്നുള്ളത്. പക്ഷേ NSS വഴങ്ങിക്കൊടുത്തില്ല. മിത്ത് വിഷയം വരുമ്പോഴാവട്ടെ, ആചാര സംരക്ഷണ വിഷയം വരുമ്പോഴാവട്ടെ, ഷട്ടിടാത്ത വിഷയം വരുമ്പോഴാവട്ടെ, ഒരു സമയത്തും BJPക്ക് കയറി കളിക്കാൻ പറ്റുന്ന ഒരു ഗോൾ പോസ്റ്റ് തുറന്നു കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല BJPയുമായി കൃത്യമായ അകലം പാലിച്ചുകൊണ്ടാണ് NSS നിന്നത്. പക്ഷേ NSSന്റെ ചില നിലപാടുകളിൽ നമുക്കും വിമർശനമുണ്ട്. അത് പലപ്പോഴും BJP രാഷ്ട്രീയമായി ഉപയോഗിച്ചു എന്നത് നേരാണ്. അതിനോട് വളരെ കൃത്യമായ അകലം പാലിച്ചുകൊണ്ടാണ് ഇന്ന് സുകുമാരൻ നായർ പറയുന്നത്. പ്രേക്ഷകർക്ക് ഓർമ്മയില്ലേ, തൃശ്ശൂരിൽ നിന്ന് RSSന്റെ ഒരു പ്രവർത്തകൻ അവിടെ NSSന്റെ കരയോഗത്തിൽ പോയി ഭാരതാംബയുടെ ചിത്രം വെച്ചപ്പോൾ ഇറക്കി മാറ്റി വെക്കാൻ പറഞ്ഞു. കാരണം അത് NSSന്റെ രാഷ്ട്രീയ നിലപാടല്ല എന്ന നിലപാടെടുത്തു. ആ ആർജവത്തെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത്. ആ ആർജവം സുകുമാരൻ നായർ ഒരിക്കൽ കൂടി കാട്ടിയിരിക്കുന്നു. ഇപ്പോൾ സുകുമാരൻ നായർ പറയുന്നത് വിശ്വാസികളോടൊപ്പം നിന്നുകൊണ്ട് ഇപ്പോൾ വിശ്വാസികൾ തിരിച്ചറിയുന്നു ശബരിമലയിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഞാൻ ഒരേ ഒരു കാര്യം പറഞ്ഞു, നേരത്തെ സ്മൃതി ചോദിച്ച രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ശബരിമലയിൽ എന്തു ചെയ്തു എന്നുള്ള കാര്യം. രണ്ട്, ശബരിമലയിലെ കേസുമായി ബന്ധപ്പെട്ടതും. ഈ രണ്ട് വിഷയങ്ങൾക്കുള്ള മറുപടി പലപ്പോഴും തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന വിധത്തിൽ പ്രതിപക്ഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ശബരിമലയിലെ കേസുകൾ പിൻവലിക്കാത്തത് എന്താണ് എന്നൊരു ചോദ്യമുണ്ട്. കണക്കുകൾ ഇതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇനി ആ ചോദ്യം പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി ആ കണക്കുകൾ ഞാനൊന്ന് പറയാം. സംസ്ഥാനത്ത് ആകെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് 2635 കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്താണ് പ്രതിപക്ഷവും BJPയും പരത്തിക്കൊണ്ടിരിക്കുന്നത്? ഇതിൽ നാം ഏതെങ്കിലും കേസുകൾ നിങ്ങൾ പിൻവലിച്ചിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം. കേസുകൾ പിൻവലിച്ച കേസുകളുടെ എണ്ണം ഞാൻ വായിക്കാം. 1940. തെറ്റായ കേസുകൾ എന്ന് പറഞ്ഞ് പോലീസ് റഫറൽ ചെയ്തത് 613. വിഡ്രോൺ ചെയ്ത കേസുകൾ 237. കോടതി വിട്ടയച്ച കേസ് 86, അതായത് പ്രോസിക്യൂഷൻ എതിർക്കാതെ. 278 കേസുകൾ അക്യൂറ്റ് ചെയ്തു. 726 കേസുകൾ കൺവിക്റ്റ് ചെയ്തു. അതായത് പെറ്റി ചാർജുകൾ അടച്ച് ചെറിയ ചെറിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നതിൻ്റെ പേരിൽ മാത്രം പെറ്റി കേസ് അടച്ചുപോയി. ബാക്കിയുള്ള കേസുകളിൽ 1940 കേസുകൾ 2635 കേസുകളിൽ ആ കേസ് വിഡ്രോ ചെയ്യപ്പെടുകയോ അക്യൂറ്റ് ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. നാമജപ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ടും ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടും കേരള സർക്കാർ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ 2635 കേസുകളിൽ 1940 കേസുകളും പിൻവലിക്കുകയോ അവയിൽ നിന്ന് വിടുതൽ ചെയ്യുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ബാക്കി അവശേഷിക്കുന്നതാവട്ടെ 695 കേസുകളാണ്. അത് ഗുരുതര സ്വഭാവമുള്ള കോടതി കൊഗ്നിസൻസ് വിഭാഗത്തിൽപ്പെടുന്ന കേസുകളാണ്. ആ കേസുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ സമ്മർദ്ദം ഉണ്ടാവില്ല എന്നതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ NSSന് കൊടുത്തിരിക്കുന്ന ഉറപ്പ്. ഗുരുതരമല്ലാത്തവയിൽ സർക്കാരിന് ശുപാർശ സമർപ്പിച്ച കേസുകളുടെ എണ്ണം 653 അത് ആ കേസും പരിഗണിക്കുന്നുണ്ടെന്നുള്ളതാണ്. ചുരുങ്ങി വന്നാൽ 100 താഴെ കേസുകൾ മാത്രമേ ആ അർത്ഥത്തിൽ സർക്കാർ അങ്ങനെ മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളൂ. അത് ഭക്തജനങ്ങളെ ആക്രമിച്ച കേസാണ്, അത് പൊതുമുതൽ നശിപ്പിച്ച കേസാണ്, PDPP ആക്ട് നിൽക്കുന്ന കേസാണ്. ആ 100 താഴെയുള്ള കേസുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ തെറ്റിദ്ധാരണ ഇനിയെങ്കിലും ദയവ് ചെയ്ത് പരത്താതിരിക്കാൻ ശ്രമിക്കുക. 2635 കേസുകളിൽ 1940 കേസുകളും സർക്കാർ പിൻവലിക്കുകയോ സർക്കാർ ഇടപെട്ടതുകൊണ്ട് തന്നെ കോടതിയിൽ ഇത് അക്യൂറ്റ് ആവുകയോ ചെയ്തിരിക്കുന്നു. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, എത്ര രൂപ ഈ സർക്കാർ വന്നിട്ട് ശബരിമലയിൽ നടപ്പിലാക്കി എന്നുള്ളതാണ്. പല ചോദ്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ 2 കണക്കുകൾ മാത്രം പറയാം. ശബരിമല റോഡ് പാക്കേജിൽ LDF സർക്കാരിൻ്റെ കാലത്ത് പൊതുമരാമത്ത് വകുപ്പ് ചെയ്ത പ്രവൃത്തികളുടെ കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 879 കോടി രൂപ, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 1150 കോടി രൂപയാണ് റോഡ് പാക്കേജിൽ മാത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് മാസ്റ്റർ പ്ലാനിൻ്റെ ഭാഗമായിട്ടല്ല. ഇനി ഓരോ ദേവസ്വം ബോർഡിനും കൊടുത്തിരിക്കുന്ന തുകകൾ കൃത്യമായി പറയുന്നുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ ഞാൻ പൂർണ്ണമായും വായിക്കുന്നില്ല. പറഞ്ഞു പോയാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കാര്യത്തിൽ 145 കോടി, കൊച്ചിൻ ദേവസ്വം ബോർഡ് 26 കോടി, മലബാർ ദേവസ്വം ബോർഡ് 304 കോടി, ഹിന്ദു മതധർമ്മ സ്ഥാപനങ്ങൾക്ക് 27 കോടി, കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് 20 കോടി, ശബരിമല മാസ്റ്റർ പ്ലാനിന് 83 കോടി. ഇതുവരെ അനുവദിച്ച് ചെലവാക്കുന്ന തുക, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കിട്ടി പണികൾ പുരോഗമിക്കുന്നതോ ചെലവാക്കിയതോ ആയ തുകകളുടെ കണക്കാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ കണക്കും നിലനിൽക്കുകയില്ല. അപ്പോൾ വിശ്വാസികളോടൊപ്പമാണ് ഈ സർക്കാർ എന്നത് NSSന് ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്തിരിക്കുന്ന നിലപാടാണ്. ആ നിലപാട് NSSന് LDFന് ഗുണം ചെയ്യുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതും ശരിയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ നിലപാട് LDFന് തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സീറ്റുകളുടെ കാര്യത്തിൽ വലിയ രീതിയിൽ ഗുണം ചെയ്യുമോ എന്നുള്ളതൊക്കെ ഇനി തെരഞ്ഞെടുപ്പിന് ഫലം വന്നാലും. കാരണം മധ്യ തിരുവിതാംകൂർ ഭാഗത്തും തെക്കൻ കേരളത്തിലുമായി 24ഓളം സീറ്റുകളിൽ നിർണായക സ്വാധീനമുണ്ട് NSSന്. 13%, 14% മൊത്തം ജനസംഖ്യയുടേതെങ്കിലും കേരള നിയമസഭയിൽ തന്നെ അവരുടെ സ്വാധീനം എന്ന് പറഞ്ഞാൽ ചെറുതല്ല. 37%, 38% കേരള നിയമസഭയിലെ മന്ത്രിമാർ NSS കാറ്റഗറിയിൽ തന്നെ പെടുന്നവരാണ്. അപ്പോൾ NSSനെ LDF ആ അർത്ഥത്തിലൊന്നും അവഗണിച്ചിട്ടില്ല. NSSന്റെ ആവശ്യങ്ങൾ ഭരണഘടനാപരമായ
അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. മുന്നോക്ക കമ്മീഷനാണെങ്കിലും സംവരണ വിഷയങ്ങളിലാണെങ്കിലും എല്ലാം ഇടതുപക്ഷം NSSന് എതിരായിട്ട് നിലപാടെടുത്തിട്ടുമില്ല. എന്നാൽ മറ്റു വിഷയങ്ങളിൽ അവർ ആരോഗ്യകരമായ സംവാദവും അകലവും പാലിച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം, വിശ്വാസികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ആഗോള അയ്യപ്പ സംഗമം ഫലിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിനെ ബഹിഷ്കരിക്കുകയോ അതിനെ വിട്ടുനിൽക്കുകയോ ചെയ്തവർക്ക് അയ്യപ്പ കോപമുണ്ടായിരിക്കുന്നു. അത് NSSലൂടെ പ്രകടമായി എന്ന് മാത്രം കരുതിയാൽ മതി. അത് ഓരോ കാലത്തും അങ്ങനെ തന്നെയാണ്. എല്ലാ കാലത്തും ആരെയും പറ്റിക്കാൻ പറ്റില്ല എന്നുള്ളതാണല്ലോ യാഥാർത്ഥ്യം. അത് NSSും തിരിച്ചറിയുന്നു എന്നാണ് എൻ്റെ ഈ വിഷയത്തിലെ ടേക്ക്. പ്രതിപക്ഷം വെട്ടിലായോ എന്നാണ് ചോദ്യം. പ്രതിപക്ഷം വെട്ടിലായോ ജിമ്മി? ഈ പ്രതിപക്ഷം വെട്ടിലാകാൻ തീരുമാനിച്ചാൽ അവർ വെട്ടിലാകും. NSSൻ്റെ പിന്തുണ BJPക്കില്ല, കോൺഗ്രസിനില്ല എന്നുള്ളത് NSSൻ്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു. ആ കാര്യത്തിൽ വ്യക്തം. പക്ഷേ അതിന് മറുപടി കൊടുക്കണ്ട, അങ്ങനെ പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനും ഇപ്പോൾ സുകുമാരൻ നായർ ഉന്നയിച്ച വിമർശനങ്ങൾക്ക് മറുപടി കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടാണ് പ്രതിപക്ഷം വെട്ടിലായത്. ഇപ്പോൾ ഉദാഹരണത്തിന് സുകുമാരൻ നായർ NSSൻ്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ കാര്യത്തിൽ കോൺഗ്രസ്സിന് യാതൊരു തരത്തിലുള്ള ആത്മാർത്ഥതയുമില്ല. സർക്കാരാണ് ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തത്. BJP വഞ്ചിച്ചു. അതിൽ ആദ്യത്തെ കാര്യം തന്നെ എടുക്കാം. കോൺഗ്രസ്സിന് ഈ കാര്യത്തിൽ ആത്മാർത്ഥതയില്ല. 2, CPM വേണമെങ്കിൽ സ്ത്രീകളെ കയറ്റാമായിരുന്നു, പക്ഷേ സ്ത്രീകളെ കയറ്റിയില്ല. 2018 കോടതിയുടെ കാര്യമാണ്. 2018-19 ശേഷം 6-7 വർഷം കഴിഞ്ഞു. എന്തുകൊണ്ടാണ് കേരളത്തിലെ ഒരു പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ പാർട്ടിയും ചോദിക്കാത്തത്? ശ്രീ സുകുമാരൻ നായർ 7 വർഷം കഴിഞ്ഞ് ഇപ്പോഴാണോ ഈ കാര്യത്തിൽ ബോധോദയം ഉണ്ടായത്? ഇത്രയും കാലം മനസ്സിലായില്ലേ? ഇത് അന്ന് ചെയ്യാമായിരുന്ന കാര്യം അന്ന് CPM-ഉം സർക്കാരും ചെയ്തില്ല എന്നാണ് പറഞ്ഞത്. അതിനാരും ചോദിച്ചില്ല. 2, BJP ഇതേ യുക്തി. BJP എന്തുകൊണ്ടാണ് നിയമം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചത്? അത് അന്നേ പറ്റിച്ചതാണ്. ഇത്രയും കാലം പറ്റിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് NSSന് അങ്ങനെ ഒരു കാര്യത്തിലും ബോധോദയം ഉണ്ടായത്. 3, കോൺഗ്രസ്സിന് ഒരു കാര്യത്തിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല. നാമജപ ഘോഷയാത്ര ഞങ്ങളാണ് തുടങ്ങിയത്, അതിനുശേഷമാണ് കോൺഗ്രസ് ഞങ്ങളോടൊപ്പം ചേർന്നത്. ഇതും അന്ന് നടന്ന കാര്യമാണ്. എന്ന് മാത്രമല്ല, ഇതൊക്കെ കഴിഞ്ഞിട്ടാണ്, ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കഴിഞ്ഞിട്ടാണ് സർക്കാർ സ്ത്രീകളെ കയറ്റാതിരുന്നതിന് ശേഷവും BJP നിയമം ഉണ്ടാക്കാനെന്ന് പറഞ്ഞ് പറ്റിച്ചതിന് ശേഷവും നാമജപ ഘോഷയാത്രയിൽ ആദ്യം കോൺഗ്രസ് പങ്കെടുക്കാതിരുന്നതിന് ശേഷം പിന്നീട് വന്നതിന് ശേഷവുമാണ് 2021 ഈ സർക്കാർ തോക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ 3 കാര്യങ്ങളിലും ഇപ്പോഴെങ്ങനെയാണ് NSSന് ബോധോദയം ഉണ്ടായതെന്ന ചോദ്യം കേരളം ചോദിക്കേണ്ടതാണ്. ആ ചോദ്യം ഇന്നുണ്ടായില്ല. അതാണ് ഞാൻ മിസ് ചെയ്തൊരു കാര്യം. കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഒരു വാക്യൂം ഞാൻ കേട്ടിട്ടില്ല. ഗംഭീരമായി ചോദിക്കുകയും അതിന് മറുപടി പറയുകയും അതിലൊരു സംവാദം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം. അത് പ്രതിപക്ഷത്ത് ഇരിക്കുമ്പോൾ CPM, ഭരണപക്ഷത്തായാലും CPM കൃത്യമായി ചെയ്തിട്ടുണ്ട്. അങ്ങനൊരു ചരിത്രം നമുക്കുണ്ടല്ലോ. ഇപ്പോൾ പ്രവാചകൻ്റെ ആയാലും മനുഷ്യൻ്റെ ആയാലും ബോഡി വേസ്റ്റ് തന്നെയാണെന്ന് പറഞ്ഞത് ആരാ? അത് പിണറായി വിജയനാണ്. അതിനുശേഷം അത് അതുപോലെ വിഴിഞ്ഞതും അതിനുശേഷം ആ സംഘടനയുടെ തോളോട് ചേരാനും അവർക്ക് പറ്റും. ഇപ്പോൾ 2 തവണ വെള്ളാപ്പള്ളി നടേശനെതിരെയും സുകുമാരൻ നായർക്കെതിരെയും പ്രതിപക്ഷ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ പിണറായി വിജയൻ സംസാരിച്ചിട്ടുണ്ടല്ലോ. ആദ്യത്തെ തവണ വെള്ളാപ്പള്ളി നടേശനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. കേരള തൊഗാടിയാകാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞതാരാണ്? അത് പിണറായി വിജയനാണ്. കാലത്തിനനുസരിച്ച് അന്ന് മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് NSSനെതിരെ പറഞ്ഞത്, കാലത്തിനനുസരിച്ച് മാറിയില്ലെങ്കിൽ പ്രസ്ഥാനങ്ങളെല്ലാവരും ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലായി പോകും. അതും NSSനെ കുറിച്ച് പറഞ്ഞതാണ്. ഈ പറഞ്ഞതെല്ലാം CPMൻ്റെ നേതാക്കന്മാരാണ്. അതിനുശേഷം അതിന് ഇങ്ങോട്ടൊരു തിരിച്ചടി ഉണ്ടാകുന്നു, അതിനൊരു മറുപടി ഉണ്ടാകുന്നു. അങ്ങനെ കൊടുത്തും കൊണ്ടുമാണ് കേരളത്തിലെ രാഷ്ട്രീയ ഡയലോഗുകൾ പോയിട്ടുള്ളത്. അങ്ങനെയാണല്ലോ ജമാഅത്തെ ഇസ്ലാമിയുമായി തോളോട് തോൾ ചേർക്കുക, അതിനുശേഷം അവർ വെൽഫെയർ പാർട്ടി ഉണ്ടാക്കിയതിന് ശേഷം അവരുമായി തെറ്റുമ്പോൾ അവർക്കെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കുക. എന്തായാലും പറയാനും തിരിച്ചു പറയാനും ഉള്ള ഒരു രീതി, അതാണ് ഒരു രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനം. എന്തുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ പ്രതിപക്ഷത്തിന് അത് ഉണ്ടാകാതെ പോയത്? വളരെ ലളിതമായി ചോദിക്കാവുന്ന 3 ചോദ്യങ്ങൾ. ഈ ചോദ്യത്തിന് NSSന് മറുപടി പറഞ്ഞേ പറ്റൂ. അപ്പോൾ കോൺഗ്രസ് എന്താണ് പ്രതീക്ഷിക്കുന്നത്? കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴും ഒരു ഡീൽ ഉണ്ടാകും, എന്തെങ്കിലും രീതിയിലൊരു കോംപ്രമൈസ് ഉണ്ടാകുമെന്നാണ്. നോക്കൂ, കഴിഞ്ഞ 1 വർഷമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതിപക്ഷ നേതാവിനെ ശരിക്കും പരിഹസിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം ഒരു രക്ഷയില്ലാതെന്നപ്പോൾ ശ്രീ VD സതീശൻ മുക്കി മൂളി എന്തോ ഒന്ന് പറഞ്ഞു എന്നല്ലാതെ ശക്തമായ ഒരൊറ്റ നിലപാടും VD സതീശൻ്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല. പോട്ടെ, അത് വ്യക്തിപരമായുള്ള ആക്രമണമായി ജനം കരുതും. കോൺഗ്രസ്സുകാർക്ക് എന്താ മിണ്ടിയാൽ? അപ്പോൾ സമുദായ സംഘടനകളോട് എല്ലാ കാലത്തുമുള്ള ഒരു വിധേയത്വം കോൺഗ്രസ് കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. എപ്പോഴെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടാകും, എപ്പോഴെങ്കിലും ഞങ്ങളെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് കാത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ശബരിമല സമയത്ത് കൂടെ നിന്ന് തോളോട് തോൾ ചേർന്ന് നിന്നിട്ടാണ് സർക്കാരിനെതിരെ BJPയും കോൺഗ്രസും NSSും ഒരു പരിധിവരെ SNDPയും എല്ലാം ഈ പോരാട്ടം നടത്തിയത്. അതിനുശേഷം 7 വർഷം കഴിഞ്ഞ് NSS ജനറൽ സെക്രട്ടറി ഇവരെ വെട്ടിലാക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അത് ഇതുവരെ തോന്നാത്തതെന്ന് ചോദിക്കാനുള്ള ആർജവത്വമില്ലെങ്കിൽ പിന്നെ എന്ത് രാഷ്ട്രീയം, എന്ത് വ്യക്തിത്വം, എന്ത് പാർട്ടി? ഇതാണ് എനിക്ക് മനസ്സിലാവാത്തൊരു ചോദ്യം. അടുത്തത്
NSSനോടാണ് ചോദിക്കേണ്ടത്. നിങ്ങൾക്കിത് അറിയാത്ത കാര്യമല്ല. 7 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളിത് പറയുമ്പോൾ വാട്ട്സ് ദ ഡീൽ? എന്താണ് സർക്കാരുമായിട്ടുള്ള ഡീൽ? ഈ സർക്കാർ വേണമെങ്കിൽ സ്ത്രീകളെ കയറ്റാമായിരുന്നുവെന്ന് 7 വർഷത്തിന് ശേഷം ഒരു സമുദായ സംഘടന നേതാവിന് വെളിപാടുണ്ടായി എന്ന് ഞാൻ കരുതുന്നില്ല. അതത്ര നിഷ്കളങ്കവുമല്ല, അത് എല്ലാവർക്കും അറിയാം. ഇത് കേട്ടിരിക്കുന്ന, ഈ സംഭവം കണ്ട എല്ലാവർക്കും അറിയാം, ഇത് നിഷ്കളങ്കമേ അല്ല. വാട്ട്സ് ദ ഡീൽ? വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള ഡീൽ എന്താണ് ഭരണപക്ഷത്തിന്? നമുക്ക് ചില ഉദാഹരണങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ 2 ആഴ്ച മുമ്പാണ് ഹൈക്കോടതിയിൽ വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായ കേസ്, മൈക്രോ ഫിനാൻസ് കേസിൽ വെള്ളാപ്പള്ളി നടേശൻ പ്രതിയാണ്. അതിൻ്റെ അന്വേഷണം അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റുന്നു. ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റുന്നത് സർക്കാരുമായുള്ള ഒത്തുകളിയാണെന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് പോകുന്നു. അവിടെ വെച്ച് കോടതി ആ നീക്കം തടയുകയാണ്. എന്നിട്ട് കോടതി പറയുന്നു, ഇത് സർക്കാരുമായി ചേർന്നുള്ള ഒരു ഒത്തുകളിയാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്, തൽക്കാലം ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല, പക്ഷേ എന്തായാലും അത് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നു. അങ്ങനെ കേരളം ഒരു കാലത്ത് കൊടുമ്പിരി കൊണ്ട വി സച്ചിദാനന്ദൻ വിടാതെ പിടികൂടിയ മൈക്രോ ഫിനാൻസ് കേസിൽ ഒരു ഡീൽ സർക്കാരുമായി നടന്നു കഴിഞ്ഞതേ ഉള്ളൂ. കോടതി അത് വെട്ടി ദൂരെ കളഞ്ഞു. പക്ഷേ ഇങ്ങനെ ചില ഇടപാടുകളുണ്ട്. ഇനി രാഷ്ട്രീയമായിട്ടാണെങ്കിലോ 2021 വരെ, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ, അതായത് 2024 വരെ സർക്കാരിന് വളരെ വലിയ ന്യൂനപക്ഷ പ്രണയം. ആ ന്യൂനപക്ഷ പ്രണയം അതിര് വിട്ടു. അതുകൊണ്ടാണ് ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെട്ടതെന്ന് അവർ കരുതുന്നു. അതുകൊണ്ട് സ്ഥിരമായി മുസ്ലിങ്ങളെ ഭർസിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ കൂടെ കൂട്ടുക, സ്റ്റേറ്റ് കാറിൽ കൂടെ കൊണ്ടുവരിക. അപ്പോൾ അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയെന്ന് അവർ ഭയക്കുന്ന ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്ന് അവർ ഇപ്പോഴും പേടിക്കുന്ന ഹിന്ദു വോട്ടുകൾ അത് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് ഡീൽ. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണെന്നേ. പക്ഷേ ഇത് ചോദിക്കാനും മറുപടി പറയാനും അതിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനും ഒരു ആർജവുമില്ലെങ്കിൽ കേരളത്തിൽ രാഷ്ട്രീയ ചർച്ചകളും അടുത്ത കാര്യത്തിലേക്കുള്ള മുന്നോട്ടുള്ള പോക്കും നടക്കില്ല. ഇത് ആരെങ്കിലുമൊക്കെ സമുദായ സംഘടനകൾ എന്തു പറഞ്ഞാലും, ഇപ്പോൾ സ്ഥിരമായി NSS ജനറൽ സെക്രട്ടറി പറയുന്ന ഒരു കാര്യമുണ്ട്, പണ്ട് എൻ്റെ തിണ്ണ നിറങ്ങുമായിരുന്നു ഇവർ, ഇപ്പോൾ ഒരുത്തനെയും കാണുന്നില്ല. അപ്പോൾ മറുപടിയില്ല. നേരത്തെ അരുൺ ഇവിടെ വായിച്ച പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള ചോദ്യം, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇവരൊക്കെ പണ്ട് ഇങ്ങനെ ഇതൊക്കെ കോൺഗ്രസിൻ്റെ നിലപാടാണോ അതോ പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാടാണോ എന്ന് അറിഞ്ഞാൽ കൊള്ളാം. കോൺഗ്രസ് മിണ്ടിയിട്ടില്ല. അതിനുശേഷം ഒരു മറുപടിയും ഉണ്ടായില്ല. ഇങ്ങനെയല്ല കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ കാര്യങ്ങൾ സംസാരിക്കേണ്ടത്. ഇതിങ്ങനെ പറഞ്ഞതുകൊണ്ട് NSSൻ്റെ വിരോധം കൂടുമെന്നോ, ഇതിങ്ങനെ പറയാത്തത് കൊണ്ട് NSS വലിയ സംഭവമാണ്, SNDP ജനറൽ സെക്രട്ടറി മഹാസംഭവമാണ് എന്ന് വീണ്ടും എത്ര തെറി കിട്ടിയാലും പറഞ്ഞതുകൊണ്ടോ ഇവരെല്ലാം കൂടെ കൂടുമെന്നോ ആണോ കരുതുന്നത്? അങ്ങനെയല്ല കേരളത്തിലെ രാഷ്ട്രീയം. നോക്കൂ, ശബരിമല കാലത്ത് CPM വളരെ ശക്തമായ നിലപാടെടുത്തു. അന്ന് കേരളത്തിലെ ഒരു വലിയ വിഭാഗം മുഴുവൻ, ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങൾ പോലും തിരിഞ്ഞിട്ടും കുലുങ്ങാവുന്ന പാർട്ടിയാണ് CPM. ആ CPM വീണ്ടും അധികാരത്തിൽ വന്നു 2021. ഇപ്പോൾ അതേ CPM വളരെ നിലപാട് നിന്ന് നേരെ തിരിച്ചു മാറുകയാണ്. അവിടെയും പറയുന്നവരൊരു ആർജവത്വമുണ്ട്. ഇന്ന് പറയുന്നത് നാളെ പറയുന്നത് പറഞ്ഞാൽ തൽക്കാലത്തേക്ക്, കുറച്ചു കാലം കഴിയുമ്പോൾ മാറ്റുമില്ലെന്നുള്ള വേറെ കാര്യം. പക്ഷേ കാര്യങ്ങൾ വ്യക്തമായും ആർജവത്തോടെയും പറയുക എന്നുള്ളത് ഒരു രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാന കാര്യമാണ്. ഇത് എങ്ങനെ വേണമെങ്കിലും വളച്ചാൽ എങ്ങോട്ട് വേണമെങ്കിലും തിരിയും എന്ന ഒരു നിലപാടുമായിട്ടാണ് പോകുന്നതെങ്കിൽ ഇനിയും കേരളത്തിൻ്റെ പ്രതിപക്ഷം ഇതുപോലെയുള്ള പുലയാട്ടുകൾ കേൾക്കും, വല്ലാത്ത തെറിവിളി കേൾക്കും. തിരിച്ച് ചോദിക്കേണ്ട ചോദ്യമാണെങ്കിൽ ആരും ചോദിക്കുന്നുമില്ല. അതുകൊണ്ട് പ്രതിപക്ഷത്തിനോട് ഞാൻ ചോദിക്കുന്നു, വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് CPM-ആയിട്ടുള്ള ബന്ധം മനസ്സിലാവും. പക്ഷേ NSS ഈ 7 വർഷം എവിടെയായിരുന്നു? 7 വർഷമായി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നിട്ട് 7 വർഷം കഴിയുന്നു. അതുവരെ മിണ്ടാതിരുന്ന NSSും NSSൻ്റെ ജനറൽ സെക്രട്ടറിക്കും ഇപ്പോൾ എങ്ങനെയാണ് BJPയും കോൺഗ്രസും മോശക്കാരായത്? അതിനുള്ള ഒരു കാരണം, ആ 7 വർഷത്തെ കാലതാമസത്തിനുള്ള കാരണം കൂടി NSS ജനറൽ സെക്രട്ടറി വിശദീകരിക്കണം. അവിടെ ഈ ആഗോള അയ്യപ്പ സംഗമം വരുന്ന പശ്ചാത്തലത്തിൽ ഒരു മാധ്യമത്തിന് NSS പ്രതിനിധി അല്ലെങ്കിൽ NSS ജനറൽ സെക്രട്ടറി കൊടുക്കുന്നൊരു അഭിമുഖമല്ലേ യഥാർത്ഥത്തിൽ വന്നിരിക്കുന്നത്? ഇപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഇപ്പോൾ ഷട്ട് വിവാദമാണെങ്കിലും മിത്ത് വിവാദമാണെങ്കിലും LDFനെ പിന്തുണച്ചിട്ടില്ലല്ലോ. അന്ന് LDFുമായിട്ട് അകലം പാലിക്കുകയല്ലേ ചെയ്ത്? അതെ. അപ്പോൾ എന്ത് ഡീൽ അവിടെയുള്ളത്? എന്താണ് കാര്യം? അതാണ് അറിയേണ്ടത്. അപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ കോൺഗ്രസ് വിട്ടുനിന്നു, അത് NSSന് ഇഷ്ടമായില്ല. നിങ്ങൾ എടുക്കുന്ന നിലപാട് ശരിയാണോ? അത് വോട്ട് രാഷ്ട്രീയമാണെന്ന് പറയുന്നു. ആ വെൽഫെയർ പാർട്ടിയുമായിട്ടും നിങ്ങൾ SDP-യുമായിട്ടും ബന്ധപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ പറയുന്നു അവർക്ക് ന്യൂനപക്ഷ വോട്ട് മതി. അതിപ്പോൾ സംഭവിക്കുന്നത് അതിപ്പോഴല്ലേ തീരുമാനം. സുകുമാരൻ നായർ പറഞ്ഞത് അതല്ലോ. സുകുമാരൻ നായർ പറഞ്ഞത് അന്ന് 7 വർഷം മുമ്പ് സർക്കാരിന് വേണമെങ്കിൽ സ്ത്രീകളെ കയറ്റാമായിരുന്നു, പക്ഷെ കയറ്റിയില്ല. അതൊരു വലിയ കാര്യമാണ്. അത് ഇപ്പോഴല്ല പറയേണ്ടത്, അത് അന്നേയുള്ള കാര്യമാണ്. നോക്കൂ, അന്നത് ബോധ്യമുണ്ടായിട്ടും എങ്ങനെയാണ് 2021 UDF 2021 ശേഷം ഈ കേസ് വരുന്നത് എപ്പോഴാണ്?
അത് എങ്ങനെയാണ് റിവ്യൂ പെറ്റീഷൻ 2019 അല്ലല്ല റിവ്യൂ പെറ്റീഷൻ 2021 റിവ്യൂ പെറ്റീഷൻ 2021 റിവ്യൂ പെറ്റീഷൻ വരുന്ന സമയത്ത്, അതായത് കോടതിയിൽ പോകുന്ന സമയത്ത് ഈ വിഷയം അവസാനിക്കുന്ന എവിടെ വെച്ചാ, ഏത് വർഷമാണ്? അല്ലല്ല ഈ കോടതിയിൽ പോകുന്നത് കോവിഡിന് ശേഷം ഈ വിഷയം ഇത് കേൾക്കൂ, കോവിഡിന് മുമ്പ് അല്ലല്ല കേൾക്കൂ, ഈ വിഷയം റിവ്യൂ പെറ്റീഷൻ പോകുന്നതെന്നാ ഒന്ന് നോക്കൂ. അതിൽ ഈ 7 അംഗ ബെഞ്ചിലേക്ക് വിടുന്നതെന്നാ 7 അംഗ ബെഞ്ചിന് വിടുന്ന സമയത്താണ് ഈ പറയുന്ന NSSന് ബോധ്യം വരുന്നത് ഈ പറയുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട്, ആ നിലപാട് എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാവും. ആ ആശയക്കുഴപ്പം സർക്കാർ അവസാനമായി മണ്ഡലകാലം അടച്ചതിന് ശേഷം എപ്പോഴാണ് സ്ത്രീകൾ കയറാതെ? അടുത്ത വർഷം അടുത്ത കാലം മുതൽ സ്ത്രീകൾ കയറുന്നില്ലെന്ന് മാത്രമല്ല, കോടതിയിൽ പോകുന്ന സമയത്താണല്ലോ ഇപ്പൊ പറഞ്ഞു, ഇപ്പോഴും വിധി നിൽക്കുകയല്ലേ 21, 22, 23, 24 ഒക്കെ കേട്ടമായിരുന്നു. അല്ല കോവിഡ് കാലത്തിന് ആ ശേഷം കഴിഞ്ഞാൽ 21 ഇലക്ഷൻ നടക്കുന്നത് 21 ഇലക്ഷൻ നടക്കുന്നത് എപ്പോഴാണ്? ശബരിമല വിവാഹം നടക്കുന്ന ഏത് സമയത്താണ്? 2019 ഏത് കാലം? 2019 മണ്ഡലകാലം കഴിഞ്ഞിട്ട് കോടതിയിലേക്ക് ഈ സാധനം വരുന്ന പിന്നെ 2 വർഷം കഴിഞ്ഞിട്ടാ. അതാ ഞാൻ പറഞ്ഞത് 20 ആകുമ്പോഴേക്ക് കോവിഡ് 21 കേക്കൂ കോവിഡ് കാലത്ത് ദർശനമില്ല. 2021 നിങ്ങൾ പറയുന്നത് കേട്ടെ, ഞാൻ പറയുന്നത് കേട്ടെ. 2021 ഇലക്ഷൻ എപ്പോഴാണ്? എന്റെ പൊന്നരുണേ, മാർച്ച് മാസം ഏപ്രിൽ മാസത്തിലെ ഇലക്ഷൻ. 2021 ഇലക്ഷന് മുമ്പ് 2019 ശബരിമലയിലെ വിധിക്ക് ശേഷം 2 or 3 മണ്ഡല ശബരിമല ദർശന കാലത്ത് സ്ത്രീകളെ കയറ്റിയിട്ടില്ല. അതല്ല, അതെങ്ങനെയാണ് 2018 കഴിഞ്ഞ് 2019 2020 കോവിഡ് കാലം കഴിയുന്നു. 2020 പൂർണ്ണമായിട്ടും കോവിഡ് വരുന്നത്. 2018 കഴിഞ്ഞ് 19 വരുമ്പോൾ ഒരു വർഷം. അപ്പൊ നോക്കൂ, എന്റെ ചോദ്യം ഇതാണ് ഇപ്പൊ എന്താണ് സുകുമാരൻ നേരെ പ്രതികരിക്കാനുള്ള കാരണം? ഇപ്പോഴാണ് ശബരിമലയുമായി ബന്ധപ്പെട്ടൊരു രാഷ്ട്രീയ വിവാദം ഉടലെടുക്കുന്നത്. ഏതാണ് രാഷ്ട്രീയ വിവാദം എന്ന് പറയുന്നത്? ആഗോള അയ്യപ്പ സംഗമവുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസ് വിട്ടുനിൽക്കുന്നു, BJP വിട്ടുനിൽക്കുന്നു, അവർ ബദൽ സംഗമം സംഘടിപ്പിക്കുന്നു. മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു, ഈ വിഷയത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തപ്പോൾ നിങ്ങൾക്ക് LDF സർക്കാരിനാണ് വിശ്വാസം? യെസ്, അവർ ചെയ്തിരിക്കുന്ന നല്ല കാര്യങ്ങളാണ്, വിശ്വാസികളുടെ ഇതൊന്നും വ്രണപ്പെടുത്തുന്ന ഒന്നും ചെയ്തിട്ടില്ല. ആ സാഹചര്യത്തിലല്ലേ NSS പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏതൊരു ഡീൽ ഉണ്ടാവണമെങ്കിൽ വിത്ത് വിഷയത്തിൽ ഷട്ടിന്റെ വിഷയത്തിൽ ഏത് ഉറപ്പാ കിട്ടിയത്? ഏതുറപ്പാ? അത് വളരെ വ്യക്തമായി പറയുന്നു. അല്ലല്ല, NSSന്റെ സാമുദായിക NSSന്റെ അല്ലല്ല ജിമ്മി എന്തുറപ്പ് കിട്ടിയെന്നാ പറഞ്ഞിരിക്കുന്നത്? എന്തുറപ്പ്? അല്ലല്ല, എന്തുറപ്പ് കിട്ടിയെന്നാ പറഞ്ഞിരിക്കുന്നത്? അല്ല, എന്തുറപ്പ്? അല്ലല്ല, സ്മൃതിയല്ലേ പറഞ്ഞേ, എന്തുറപ്പ് കിട്ടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എന്തുറപ്പ്? Yes, the government assured us that they will resolve the issues in Shabarimala. They also assured us that custom will be protected. And they won't do anything against it. The assurance was conveyed by Devaswamy Minister N. Vasavan with the Chief Minister's knowledge. അതായത് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ആചാരം ലംഘിക്കുന്ന ഒന്നും സർക്കാരിന്റെ ഭാഗത്ത് എന്നുള്ള ഉറപ്പ്. ആ ഉറപ്പിനെ നിങ്ങൾ എങ്ങനെയാണ് NSSന്റെ ഡീലായിട്ട് ചിത്രീകരിക്കുക? അത് മാത്രമേ ഉള്ളൂ. എന്റെ കാര്യം, എന്റെ വിഷയം ശബരിമലയിലെ സ്ത്രീ പ്രവേശ വിവാഹത്തിന് ശേഷം 2 or 3 മണ്ഡലകാലം കോവിഡിന് മുമ്പ് സ്ത്രീകളെ കയറ്റിയിട്ടില്ല. അത് സർക്കാരിന്റെ തീരുമാനമായിരുന്നു. ആ തീരുമാനത്തെക്കുറിച്ച് അന്നേ അറിയാമായിരുന്ന NSS ജനറൽ സെക്രട്ടറി ഇപ്പോഴല്ല അതിനെക്കുറിച്ച് പറയേണ്ടത്. നോക്കൂ, ആ സമയം മുതൽ ഈ നിമിഷം വരെ കോൺഗ്രസിനെയും BJPയും വിശ്വസിച്ച NSSന് ആ തെറ്റ് വിശ്വസിച്ച് എന്തിനാണെന്നോ ഈ നാമജപ ഘോഷയാത്രയിൽ ഒപ്പം നിന്ന് നിയമം നിർമ്മിക്കുമെന്ന് BJP. അതാ പറഞ്ഞ ഇതെല്ലാം ഒരുമിച്ചാണ് വരുന്നത്. ആഗോള അയ്യപ്പ സംഗമം പോലെ 2021 ശേഷം എപ്പോഴെങ്കിലും ശബരിമല നമ്മൾ ഇതേപോലെ ചർച്ച ചെയ്തിട്ടുണ്ട്? ഈ വിഷയം പറയരുത്. ഈ വിഷയത്തിലാണ് മനസ്സിലാവുന്നത്. അല്ല, ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന വിഷയം 2021 എങ്ങനെ NSS പറയുക? സംസ്ഥാന സർക്കാർ സ്ത്രീകളെ കയറ്റാതിരുന്നത് 3 or 4 ശബരിമല സീസണിന് ശേഷമാണ് കോവിഡ് വരുന്നത്. 2021 വരുന്നത് 2021. ഇപ്പൊ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഒരു മിനിറ്റ്. 2021 ഇലക്ഷൻ സമയത്ത് ശബരിമല നടക്കുന്നുണ്ടല്ലോ, ശബരിമല സ്ത്രീകൾ കയറുന്നുണ്ടോ? ഇല്ല, ഇലക്ഷൻ സമയത്തല്ല. 2021 ഇലക്ഷൻ നടക്കുന്നത് മാർച്ച് ഏപ്രിൽ മാസത്തിലാണ്. മണ്ഡലകാലം നടക്കുന്നത് നവംബർ ഡിസംബറിലാണ്. ശബരിമല കയറുള്ളൂ? എല്ലാ മാസത്തെ എന്റെ ചോദ്യം ഇതാണ്. ജിമ്മിയുടെ ആർഗ്യുമെന്റ് എന്താ? ഈ
LDF സർക്കാർ വിശ്വാസ സംരക്ഷണത്തിന് കൂടെ നിന്നു എന്ന് NSSന് ബോധ്യമാകാൻ ഇത്രയും വർഷം എടുത്തോ എന്നുള്ളതാണോ ചോദ്യം? അതല്ല വിഷയം. പിന്നെന്താ? വളരെ ലളിതമല്ലേ? ഇത് കോണ്ടെക്സ്റ്റുവൽ ആയിട്ടാണെന്ന് എടുക്കുന്നത്. കോണ്ടെക്സ്റ്റുവൽ അല്ല. മിത്തിന്റെ വിഷയത്തിൽ എന്താ നിലപാട്? കോണ്ടെക്സ്റ്റുവൽ അല്ല. ഷട്ടിന്റെ വിഷയത്തിൽ എന്താ നിലപാട് എടുത്തിരിക്കുന്നത്? എന്താ നിങ്ങൾ പറയുന്നത്? ഒരു മിനിറ്റ്. അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള പരിഹാര ക്രിയയായിരുന്നു ഈ അയ്യപ്പ സംഗമം. അതിനു മുമ്പ് സർക്കാർ തന്നെ പോയി ഉറപ്പുകൾ കൊടുക്കുന്നു. നമ്മൾ അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. സംഭവം ഉണ്ടായി. ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആചാര ലംഘനം ഉണ്ടാവില്ല എന്ന് സർക്കാർ ഉറപ്പ് കൊടുത്തതിനെ നിങ്ങൾ NSSന്റെ താല്പര്യം ഉള്ള മറ്റൊരു ഡീലാക്കി ചിത്രീകരിക്കുന്നതെന്ന് എനിക്ക് ഞാൻ അങ്ങനെ ഒരു ഡീലിന്റെ കാര്യം പറഞ്ഞില്ല. എന്താണ് NSSന്റെ ഡീൽ? എന്താണ് നിങ്ങൾ ചോദിച്ചത്? ഒറ്റ ഡീലേ ഉള്ളൂ NSSന്. വിശ്വാസികളെ മുറിവേൽപ്പിക്കരുത്. വിശ്വാസികളെ മുറിവേൽപ്പിക്കരുത്. പുള്ളി പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ 2018 മുതലേ മുറിവേൽപ്പിക്കുന്നില്ല. എന്താണ് 2018 നിങ്ങൾ ചോദിക്കൂ. 2021 കഴിഞ്ഞ് 2021 ഈ കേസ് സുപ്രീം കോടതിയിൽ പോകുന്നതും സുപ്രീം കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ പോകുന്നതും പിന്നീടാണ്. സർക്കാർ വിചാരിച്ചിരുന്നെങ്കിൽ സ്ത്രീകളെ അന്ന് കയറ്റാമായിരുന്നു. കയറ്റിയിരുന്നത് 2019 കാര്യമാണ്. ശ്രീ അരുൺ 2021 22 അല്ല. അതിനുശേഷം പറയുന്നുണ്ട് സർക്കാർ ആ തെറ്റ് തിരുത്തിയാൽ അത് അംഗീകരിക്കണമെന്നാ പറയുന്നത്. അത് പിന്നെ ഈ വിഷയം അതേ ഇന്റർവ്യൂലാണ്. അതേ ഇന്റർവ്യൂലാണ്. രണ്ട് ചോദ്യത്തിനുള്ള രണ്ട് ഉത്തരമാണ്. അതേ ഇന്റർവ്യൂവിൽ തന്നെ സുകുമാരൻ നായർ പറയുന്നുണ്ട് തെറ്റ് തിരുത്തിയാൽ അതിനെ അംഗീകരിക്കുകയല്ലേ വേണ്ടത്. അതെ, 2018 സംസ്ഥാന സർക്കാർ അത്രേ ഉള്ളൂ. 2018 സംസ്ഥാന സർക്കാർ ഒരു തെറ്റ് തിരുത്തിയത് സുകുമാരൻ നായർക്ക് മനസ്സിലായത് 7 വർഷങ്ങൾക്ക് ശേഷമാണ്. എന്താണ് ഡീൽ? 7 വർഷത്തിന് ശേഷം ഒരു കാര്യം 2021 ഇതേ സുകുമാരൻ നായർ അന്ന് ഇത് ബോധ്യമാവാത്തത് കൊണ്ടാണല്ലോ സ്വാഭാവികമായിട്ടും ബോധ്യമായില്ല. ബോധ്യമാവില്ല. കാരണം അതിനുശേഷം ഇതാണ് ജിമ്മി റിവ്യൂ പെറ്റീഷൻ വരുന്നത്. റിവ്യൂ പെറ്റീഷൻ സുപ്രീം കോടതി വരുന്നത് സംസ്ഥാന സർക്കാരിന് ഞാൻ എന്റെ പോയിന്റ് പറയട്ടെ. സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ സ്ത്രീകളെ കയറ്റാതിരിക്കാമായിരുന്നു. പക്ഷെ അവർ ചെയ്തില്ല. അതാണ് മര്യാദ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അന്നേ ചെയ്തതാണ്. ഇപ്പോഴല്ല അതിന് കൈയടിക്കേണ്ടത്. നല്ല കാര്യമാണ്. അതാണ് എനിക്ക് മനസ്സിലാവുന്നതല്ല. 2021 പുതിയ സർക്കാർ വരുന്നത്. ആ സർക്കാരുമായി 2021 സർക്കാർ വരുന്നത് മൈക്രോ ഫിനാൻസിൽ അന്വേഷണ മാറ്റി കൊടുത്തു. കോടതി സമ്മതിച്ചില്ല. NSSന്റെ കാര്യത്തിൽ നിലവിൽ സുകുമാരൻ നായർക്കെതിരെ അങ്ങനെ ഒരു കേസ് ഇല്ല. ഞാൻ പറഞ്ഞില്ലല്ലോ. സുകുമാരൻ നായർക്ക് ഈ സർക്കാർ വിചാരിച്ച ഒരു കേസ് ഒന്നും ഊരി കൊടുക്കേണ്ട കാര്യമില്ല. സുകുമാരൻ നായരുടെ കുടുംബത്തിന് അല്ല പിന്നെ നിങ്ങളെന്താ ഡീൽ എന്ന് പറഞ്ഞാൽ ഒരു സമുദായത്തെ മുഴുവൻ നിങ്ങൾ സംശയത്തിന് മുന്നിൽ നിർത്തുന്നു. പിന്നെന്താ ഡീൽ? എന്താ ഡീൽ? NSS എന്ന് പറഞ്ഞാൽ സമുദായ ഒറ്റ ഡീല് NSS അന്നും ഇന്നും ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ളൂ. അത് വിശ്വാസികളെ മുറിവേൽപ്പിക്കുന്നതാകരുത്. അന്ന് നരേന്ദ്രനാഥ് നായർ പറയുന്നതാണെങ്കിലും ശരി, സുകുമാരൻ നായർ പറയുന്നതാണെങ്കിലും ശരി, NSS എടുത്തിരിക്കുന്ന എല്ലാ നിലപാടും വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്നതാണ്. അക്കാര്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെതാണ് കൂടുതൽ ആത്മാർത്ഥതയുള്ള നിലപാട് ഇപ്പോൾ ബോധ്യം വന്നിരിക്കുന്നു. അന്ന് സ്ത്രീകളെ കയറ്റാമായിരുന്നിട്ടും തെറ്റ് തിരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ആ ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്. അന്ന് സ്ത്രീകളെ കയറ്റാമായിരുന്നിട്ടും അന്ന് സ്ത്രീകളെ കയറ്റിയില്ല എന്ന് അത് വലിയ കാര്യം. ഒരു കാര്യം കൂടി പറയാം. നാമജപ ഘോഷയാത്രയിൽ അവർ പിന്നീടാണ് വന്നതെന്നും അദ്ദേഹത്തിന് ഇപ്പോഴാണ് മനസ്സിലായത്. ഭയങ്കരമാണ് കേട്ടോ. 7 അതല്ല ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ നിങ്ങളൊരു ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ചോദിക്കുമ്പോഴാണ് ഇക്കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് അനലൈസ് ചെയ്ത് പറയുക. അതെപ്പോ പറയണമെന്ന് തീരുമാനിക്കേണ്ടത് സുകുമാരൻ നായരുടെ അവകാശമാണ്. അത് NSSന്റെ. പക്ഷേ NSS പോലൊരു പ്രസ്ഥാനത്തിന് ഡീൽ കിട്ടിയത് കൊണ്ടാണ് ഇങ്ങനൊരു നിലപാട് ഞാൻ അംഗീകരിക്കില്ല. അതുകൊണ്ട് ഞാനും ചോദിക്കുന്നു, നിങ്ങൾ എന്റെ അവകാശമാണ്, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ പറഞ്ഞത്? അതും ഞാൻ വളരെ കൃത്യമാണ്. ഈ കോൺഗ്രസിന്റെയും BJP-യുടെയും ഈ ഇരട്ടത്താപ്പ് വളരെ കൃത്യമായില്ലേ? BJP-യുടെ ഇരട്ടത്താപ്പാണെങ്കിൽ അദ്ദേഹം പറയുന്ന വർഷം 2018. തെരഞ്ഞെടുപ്പിന്റെ സമയമാണ്. 7 വർഷം കഴിയുന്നു. കൃത്യമായി ശബരിമല വെച്ച് രാഷ്ട്രീയം കളിക്കുന്നത് ശബരിമല വെച്ച് രാഷ്ട്രീയം കളിക്കുന്നത് ആരാണ് എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ പറയുകയാണ്. 2 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും മിണ്ടിയില്ലായിരുന്നേ. അതിനുശേഷം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് NSS അന്ന് കൊണ്ടാണ് നിലപാടെടുത്തത്. അതിനുശേഷം തെറ്റ് തിരുത്തുമ്പോ NSS തെറ്റ് തിരുത്തുന്നത് മനസ്സിലാക്കുന്നു. ആ അഭിമുഖത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. അതാണ് എന്റെ ടേക്ക്. ഇത്രയേ ഉള്ളൂ. NSSന്റെ തെറ്റിദ്ധരിപ്പിൽ 7 വർഷങ്ങൾക്ക് ശേഷമാണ്. വായ് ശരി. പ്രതിപക്ഷം വെട്ടിലായോ എന്നതാണ് ചോദ്യം. 3 പേരുടെയും അഭിപ്രായം യെസ് എന്നാണ്.
Meet the editors.